നമസ്കാരം. ഇന്നലെ എറണാകുളത്തെ താജ് വിവാന്തയിൽ വെച്ച് ഇന്റർനാഷണൽ ഹോമിയോപ്പതി പ്രൊമോഷൻ കൗൺസിലിന്റെ ഒരു വാർഷിക യോഗം നടന്നിരുന്നു. ഹോമിയോപ്പതിയെ ലോകമെമ്പാടും എത്തിക്കുക, അതിന്റെ ശാസ്ത്രീയ വശങ്ങൾ ലോകത്തെ പരിചയപ്പെടുത്തുക, തെറ്റിദ്ധാരണകൾ തിരുത്തുക എന്ന ലക്ഷ്യത്തോടുകൂടി ലോക രാജ്യങ്ങളിലെ ഹോമിയോപ്പതി പ്രാക്ടീഷണേഴ്സിന്റെ ഒരു സംഘടനയായി തുടങ്ങിയതാണ് ഇന്റർനാഷണൽ ഫോറം ഫോർ പ്രൊമോട്ടിംഗ് ഹോമിയോപ്പതി. കേന്ദ്ര ആയുഷ് മന്ത്രി ജാധവ് പ്രാവു ആയിരുന്നു ഉദ്ഘാടകൻ. അന്താരാഷ്ട്ര പ്രശസ്തരായ പല ഹോമിയോ ഡോക്ടർമാരും എത്തിയിരുന്നു. ഹോമിയോ സയൻസിനെ കുറിച്ചുള്ള ഗവേഷകർ എത്തിയിരുന്നു. പല രാഷ്ട്രീയ പ്രമുഖരും എത്തിയിരുന്നു. അങ്ങനെ ഒരു കളർഫുൾ ഈവന്റ് എന്ന് വേണമെങ്കിൽ അതിനെ വിശേഷിപ്പിക്കാം. 2 മാധ്യമ സ്ഥാപനങ്ങൾക്ക് അവർ പുരസ്കാരം കൊടുത്തിരുന്നു. ഹോമിയോപ്പതി അംഗീകരിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്ന മാധ്യമ സ്ഥാപനങ്ങൾക്ക്. ഒന്ന് അച്ചടി മാധ്യമം എന്ന നിലയിൽ കേരളകൗമുദിക്കായിരുന്നു. ഡിജിറ്റൽ മാധ്യമം എന്ന നിലയിൽ മറുനാടൻ മലയാളിക്കായിരുന്നു. എന്നോട് എത്തണം എന്ന് നേരത്തെ അറിയിച്ചിരുന്നു. നിർഭാഗ്യവശാൽ പോവാൻ കഴിഞ്ഞില്ല. ഇപ്പോൾ 100,000 പരിപാടികൾക്കിടയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടേണ്ടി വരുന്നത് കൊണ്ട്, എൻ്റെ ദൈനംദിന ജോലികൾ ചെയ്യാതിരിക്കാൻ കഴിയാത്തത് കൊണ്ട് പല കാര്യങ്ങളും ഞാൻ മാറ്റിവെക്കുകയാണ്. പ്രത്യേകിച്ച് ഫോൺ സംഭാഷണങ്ങൾ കുറച്ചിരിക്കുന്നു. ഒരുമാതിരിപ്പെട്ട ഫോണുകളൊന്നും അറ്റൻഡ് ചെയ്യാൻ കഴിയാത്ത സാഹചര്യമാണ്. ദിവസവും 5-6 വീഡിയോ ചെയ്യണം. ഈ സ്ഥാപനത്തിന് നടത്തിപ്പുണ്ട്. ഏതാണ്ട് 130ഓളം കേസുകളുണ്ട്. പോലീസ് സ്റ്റേഷനിൽ പോകണം, കോടതിയിൽ പോകണം, ചില ഒഴിവാക്കാൻ വയ്യാത്ത പരിപാടികളിൽ പോകണം. ഇങ്ങനെ ഒരുപാട് പരിപാടികൾ ഉള്ളതുകൊണ്ട് ഞാൻ പൊതുവെ പോവാൻ ആഗ്രഹിച്ചാലും പോവാറില്ല. IPPH യോഗത്തിന് എന്നെ ക്ഷണിച്ചു. ഞാൻ സന്തോഷത്തോടെ സ്വീകരിച്ചതാണ്. പോവാനിരുന്നതുമാണ്. വാസ്തവത്തിൽ ഞായറാഴ്ചയാണെന്ന് ഞാൻ കരുതിയിരുന്നില്ല. ഒരു വർക്കിംഗ് ഡേ ആണെങ്കിൽ ഏതെങ്കിലും ഒരു കേസിന് ജാമ്യമെടുക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കേസിന് സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കാനോ ഒക്കെ പോകുന്ന കൂട്ടത്തിൽ പോകാമെന്നായിരുന്നു കരുതിയത്. പക്ഷെ ഞായറാഴ്ച ആയതുകൊണ്ട് അത് സാധിച്ചില്ല. അതുകൊണ്ട് ആ പരിപാടിയിൽ സ്നേഹപൂർവ്വം ഞാൻ പങ്കെടുക്കാതിരിക്കുകയും പകരം ഞങ്ങളുടെ കൊച്ചി ലേഖകൻ പീയൂഷിനെ വിടുകയും ചെയ്തു. പീയൂഷ് ഈ പുരസ്കാരം കൈപ്പറ്റിയത് തൃക്കാക്കര MLA ഉമാ തോമസിൽ നിന്നായിരുന്നു. റിട്ടയർഡ് ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് MR ഹരിഹരൻ നായർ ഇതിലെ അതിഥിയായിരുന്നു. അദ്ദേഹം എനിക്ക് ചടങ്ങിന് ശേഷം ഇതിലൊരു വീഡിയോ അയച്ചു തന്നിട്ട് പറഞ്ഞു, നമ്മൾ ഒരുമിച്ച് പരിപാടിയിൽ പങ്കെടുക്കേണ്ടതായിരുന്നു എന്ന്. എന്തായാലും ഈ പ്രോഗ്രാമിലേക്ക് എന്നെ ക്ഷണിച്ചതിന്, എനിക്ക് പുരസ്കാരം നൽകിയതിന് ഞാൻ പ്രത്യേകം നന്ദി പറയുന്നു. ഞാനൊരു വീഡിയോ സന്ദേശം കൊടുത്തിരുന്നു. ആ വീഡിയോ സന്ദേശം അവിടെ ഡിസ്പ്ലേ ചെയ്യുകയുണ്ടായി. തൃക്കാക്കര MLA ഉമാ തോമസിനെ ഞാൻ ആദ്യമായി കാണുന്നത് കഴിഞ്ഞ ദിവസം അമൃതപുരിയിൽ വെച്ചാണ്. അമ്മയെ ഒന്ന് കാണാൻ ആഗ്രഹിച്ച് അവിടെ എത്തിയ ഒരുപാട് പേരിൽ ഒരാളായിരുന്നു ഉമാ തോമസ്. ഉമ്മയടക്കം അവിടെയുള്ള എല്ലാ അതിഥികളും അമ്മയെ തൊട്ട് വണങ്ങി കാലിൽ പാദസ്പർശം നടത്തിയാണ് മടങ്ങിയത്. അമ്മയെ കാണുക എന്ന ആഗ്രഹത്തിന് വന്ന ഉമ്മയ്ക്ക് ആ വലിയ ആൾക്കൂട്ടത്തെ അഭിസംബോധന ചെയ്യാനും കഴിഞ്ഞു. ഞാൻ ആദ്യമായി ഉമ്മയെ കാണുന്നത് അവിടെ വെച്ചാണ്. കലൂർ സ്റ്റേഡിയത്തിൽ വെച്ചുണ്ടായ അപകടത്തിന്റെ ഭാഗമായി ഒരു കണ്ണിന് കാര്യമായ തകരാറ് ഇപ്പോഴും സംഭവിച്ചിട്ടുണ്ട്. ഇന്നലെ ഈ ചടങ്ങിൽ പങ്കെടുത്തുകൊണ്ട് വളരെ ശ്രദ്ധേയമായ ചില നിരീക്ഷണങ്ങൾ ഉമാ തോമസ് നടത്തുകയുണ്ടായി. എല്ലാ ചികിത്സാ സംവിധാനങ്ങളും ഒരുമിച്ച് പോവേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ചായിരുന്നു ഉമാ തോമസിന്റെ പ്രഭാഷണം. വാസ്തവത്തിൽ ഹോമിയോയും ആയുർവേദവും സിദ്ധയും പ്രകൃതി ചികിത്സയും ഒക്കെ മോശമാണ്. ശാസ്ത്രീയ ചികിത്സ എന്ന് പറയുന്നത് മോഡേൺ മെഡിസിൻ മാത്രമാണ് എന്ന് വിശ്വസിക്കുന്നവരുടെ എണ്ണം ഏറെയാണ്, കേരളത്തിൽ പ്രത്യേകിച്ച്. ഇന്ത്യയുടെ പൊതു സ്വഭാവം അതല്ല. ഇന്ത്യയിൽ ആയുഷിന് വേണ്ടി മാത്രം ഒരു പ്രത്യേക മന്ത്രി പോലുമുണ്ട്. ആ മന്ത്രിയാണ് ഇന്നലെ ഇവിടെ എത്തിയത്. ആരോഗ്യമന്ത്രി വേറെ, JP നദ്ദയാണ് ആരോഗ്യമന്ത്രി. ആയുഷിന് വരെ മന്ത്രിയാണ്. കേരളത്തിൽ ആയുഷിനും അലോപ്പതിക്കുമെല്ലാം ഒരു മന്ത്രിയാണ് ആരോഗ്യമന്ത്രി. ഈ ആരോഗ്യമന്ത്രിയും മന്ത്രിയുടെ ചുറ്റുമിരിക്കുന്നവരും മറ്റ് ചികിത്സയെല്ലാം അശാസ്ത്രീയമാണ് എന്ന് പറഞ്ഞ് ചവിട്ടി താഴ്ത്തുകയാണ്. കോവിഡ് കാലത്ത് ഇവരൊക്കെ ആയുർവേദവും ഹോമിയോയും ഒക്കെ സ്വീകരിച്ചാണ് രോഗത്തെ അതിജീവിച്ചത്. പക്ഷെ പരസ്യമായി വരാൻ സമ്മതിക്കില്ല. കാരണം ആരോഗ്യ സെക്രട്ടറിയും മെഡിക്കൽ ഡയറക്ടറും ഒക്കെ ഈ അലോപ്പതിയുടെ ആൾക്കാരാണ്. അവർ ഒരു കാരണവശാലും ഹോമിയോ അടക്കമുള്ള ചെലവ് കുറഞ്ഞ ചികിത്സാ രീതികളെ അംഗീകരിക്കില്ല. അതൊക്കെ ഒരേ പരീക്ഷ എഴുതി പാസ്സാകുന്നവരാണ് ഇവരെന്ന് ഓർക്കണം. യഥാർത്ഥത്തിൽ ഹോളിസ്റ്റിക് അപ്രോച്ചാണ് ചികിത്സയ്ക്ക് വേണ്ടത്. അത്തരം ചില പരിശ്രമങ്ങൾ ലോകത്തിന്റെ പല ഭാഗത്തും നടക്കുന്നുണ്ട്. തിരുവനന്തപുരത്ത് നെയ്യാറ്റിൻകരയിൽ നിംസ് എന്ന് പറയുന്ന ഒരു നല്ല ആശുപത്രിയുണ്ട്. സ്വകാര്യ ആശുപത്രിയാണ്. നിംസ് എന്നാണ് പേര്. ഈ നിംസ് ആശുപത്രിയിൽ എല്ലാ ചികിത്സാ സംവിധാനവും ഒരുപോലെ ഉണ്ട്. എന്നാൽ പഞ്ചനക്ഷത്ര ആശുപത്രികൾ ഇതൊന്നും സമ്മതിക്കില്ല. നമ്മുടെ നാട്ടിൽ ഏറ്റവും വലിയ കൊള്ള സ്ഥാപനമായി മാറുന്നത് ഈ പഞ്ചനക്ഷത്ര ആശുപത്രികളാണ്. അവിടേക്ക് ആരെയും പ്രവേശിപ്പിക്കാത്തൊരു സാഹചര്യമുണ്ട്. അവിടെയാണ് ഉമാ തോമസിന്റെ പ്രസ്താവന ശ്രദ്ധേയമാവുന്നത്. ഉമാ തോമസ് MLA ആവുന്നതിന് മുൻപ് ആസ്റ്റർ മെഡിസിറ്റിയിലെ ജീവനക്കാരിയായിരുന്നു. ആ ഉമാ തോമസ് അപകടം പറ്റി റിനേ ആശുപത്രിയിൽ കഴിഞ്ഞപ്പോൾ ആശുപത്രിക്കാരറിയാതെ പ്രസാദം എന്ന നിലയിൽ ഹോമിയോ മരുന്ന് കൊണ്ടുവന്ന് കഴിച്ച കഥ പറയുകയാണ്. അതുകൊണ്ടാണ് അവരുടെ ശ്വാസകോശത്തിൻ്റെ മുറിവുണങ്ങിയത് എന്ന് അവർ പ്രഖ്യാപിക്കുകയാണ്. മാത്രമല്ല, മുറിവെണ്ണയിലാണ് അവരെ കിടത്തിയത്. ആയുർവേദത്തിൻ്റെയാണ് മുറിവെണ്ണ. എന്തുകൊണ്ട് ഇതെല്ലാം സമന്വയിപ്പിക്കുന്നില്ല, എന്തിന് അയിത്തം കൽപ്പിക്കുന്നു എന്ന പ്രസക്തമായ ചോദ്യമാണ് അവർ ഉയർത്തുന്നത്. ഈ ഹോമിയോ കോൺഫറൻസിൻ്റെ പശ്ചാത്തലത്തിൽ ഇനിയെങ്കിലും നമ്മൾ കേരളീയർ എല്ലാ ചികിത്സകളെയും അംഗീകരിക്കാൻ, എല്ലാ ചികിത്സയ്ക്കും റോളുണ്ട്. ഒരു ചികിത്സയും മോശമല്ല, ഒരു ചികിത്സയും മാറ്റിവെക്കേണ്ടതല്ല. ഒരു ഹോളിസ്റ്റിക് അപ്രോച്ച് മാത്രമാണ് നല്ല ആരോഗ്യ സംരക്ഷണത്തിന് ആവശ്യം. ഞാൻ അങ്ങനെ ഹോളിസ്റ്റിക് അപ്രോച്ച് ചെയ്യുന്ന ആളാണ്. എല്ലാ ചികിത്സയും ഞാൻ കൈകാര്യം ചെയ്യാറുണ്ട്. അത്തരമൊരു ശ്രമത്തിൻ്റെ പ്രസക്തി എന്തെന്ന്
ഉമാ തോമസ് വ്യക്തമായി തൻ്റെ അനുഭവത്തിലൂടെ പറഞ്ഞത് ശ്രദ്ധിച്ചു കേൾക്കുക. ഞാൻ വലിയൊരു അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ട് വന്നയാളാണ്. നിങ്ങൾക്ക് അറിയാമോ, നിങ്ങൾ കുറേ പേരൊക്കെ അറിയുന്നുണ്ടാവും. സ്റ്റേഡിയത്തിൽ നിന്ന് ഏതാണ്ട് 15 അടി മുകളിൽ നിന്ന് താഴെ വീഴുമെന്ന് വിചാരിച്ചിട്ട് ഒരാൾ വീഴുന്നതും അല്ലെങ്കിൽ അതറിയാതെ വീഴുന്നതും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. ഞാൻ ഒരു ക്യൂ മാനേജറാണ് അവിടെ സേഫ്റ്റിക്ക് വെച്ചിരുന്നത്. ആ ക്യൂ മാനേജറിൽ കയറി പിടിക്കുമ്പോഴും അത് പെട്ടെന്ന് അത് ഉൾപ്പെടെ മറിഞ്ഞ് എൻ്റെ തലയിലേക്ക് എന്നെ അടിച്ചുകൊണ്ട് വീഴുകയാണ് ഉണ്ടായത്. വളരെ വല്ലാത്തൊരു ആസന്ന നിലയിലായിരുന്നു ആ ദിവസങ്ങൾ എന്നൊക്കെയാണ്. എനിക്ക് ഓർമ്മയില്ലാത്തതുകൊണ്ട് അത്രയ്ക്കും പറഞ്ഞുള്ള അറിവുകളേ ഉള്ളൂ. പക്ഷെ എൻ്റെ കാര്യത്തിൽ ഞാൻ പറയാം, ഞാൻ അഡ്മിറ്റഡ് ആയതും അലോപ്പതി ഹോസ്പിറ്റലിൽ തന്നെയാണ്. പക്ഷേ ഞാൻ തിരിച്ചു വന്നു കഴിഞ്ഞ ശേഷമാണ് ഷാജി എൻ്റെ അടുത്ത് വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. ഡോക്ടർ ഷാജി സലീമും കൂടെ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. അന്നാണ് ഞാൻ അറിയുന്നത് എൻ്റെ മകന് ഒരു മരുന്ന് കൊടുത്തിട്ട് അത് ഹോസ്പിറ്റലിൽ അവർ അനുവദിക്കില്ല എന്നുള്ളത് കൊണ്ട് അതൊരു പ്രസാദമാണ്, തീർത്ഥമാണ്, ഒന്ന് അമ്മയുടെ മേത്ത് തേക്കണം എന്ന് പറഞ്ഞിട്ട് എൻ്റെ ചെവിയുടെ ഭാഗത്തോ അപ്പോൾ പ്രസാദം ആയതുകൊണ്ട് നാവിൽ കൊടുക്കാൻ പറ്റില്ല എന്നവർ പറഞ്ഞത് കാരണം എൻ്റെ ചെവിയുടെ ഭാഗത്തോ കൈയുടെ ഭാഗത്തോ ഒക്കെ അത് തേച്ചിരുന്നു എന്ന് എൻ്റെ മകൻ പറഞ്ഞു. സത്യത്തിൽ ഡോക്ടർ എൻ്റെ അടുത്ത് വന്നു കഴിഞ്ഞപ്പം പറഞ്ഞു, സത്യത്തിൽ എന്നെ എടുത്തോണ്ട് പോയപ്പോൾ അവിടെ ഒരു സ്ട്രെച്ചറൊന്നും ഇല്ലാത്തത് കൊണ്ട് കൈയും കാലും ഒക്കെ പൂച്ചക്കുഞ്ഞിനെയൊക്കെ എടുത്തുകൊണ്ട് പോകണ പോലെ, അല്ലെങ്കിൽ ഓരോരുത്തരും ഒരു കാല് പിടിക്കുകയും ഒരാൾ കൈ പിടിക്കുകയും, പിന്നെ നല്ല തടിയുള്ളത് കാരണം കുറേ പേരെൻ്റെ ശരീരവും ഉയർത്തിപ്പിടിച്ചൊക്കെയാണ് വരുന്ന ഒരു ആംബുലൻസിൽ. അവിടെ ഒരു സൗകര്യവും ചെയ്തിട്ടില്ലായിരുന്നു. ഓടി വരുന്ന ഒരു ആംബുലൻസിലാണ് എന്നെ കയറ്റിയിട്ട് കൊണ്ടുപോവുകയൊക്കെ ചെയ്തത്. അപ്പോൾ അശാസ്ത്രീയമായിട്ട് എന്നെ കൈകാര്യം ചെയ്തു എന്നുള്ളത് കൊണ്ട് തന്നെ എൻ്റെ ലങ്സിൽ മുറിവുണ്ടാവുകയും ബ്ലീഡിങ് ഉണ്ടാവുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് ഹീലായി എന്ന് പറയുമ്പോൾ സത്യത്തിൽ ഹോസ്പിറ്റലിൽ നിന്ന് എന്നെ വീണ്ടും എക്സ്റേ എടുത്ത് കഴിഞ്ഞപ്പോൾ ഭയങ്കര അത്ഭുതം തോന്നുന്നു എന്ന് പറഞ്ഞിട്ട് ഡോക്ടർ പറഞ്ഞത് ഞാൻ ഓർക്കുന്നുണ്ട്. ആ കാര്യം ചെയ്തത് ഡോക്ടർ ഷാജി കുര്യാട്ടും സലീമും ഒക്കെ ഉൾപ്പെടുന്ന ആൾക്കാരായിരുന്നു എന്ന് ഞാൻ പിന്നീടാണ് മനസ്സിലാക്കിയത്. അതെനിക്ക് ഇവിടെ പറയാതിരിക്കാൻ വയ്യ. എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് തീർത്ഥമായിട്ട് അല്ലെങ്കിൽ പ്രസാദമായിട്ടൊക്കെ വന്നതുകൊണ്ട് അവിടെ കയറ്റി എന്ന് പറയുമ്പോൾ മറ്റൊരു ശാഖ തീർച്ചയായിട്ടും മെഡിക്കൽ ഫീൽഡിലുള്ളവർ അലോപ്പതി ആണെങ്കിലും ആയുർവേദമാണെങ്കിലും ഹോമിയോ ആണെങ്കിലും മിക്സ് ചെയ്യാനായിട്ടൊന്നും ഇത് ഒരു അവസരം തരില്ല. അപ്പോൾ അങ്ങനെ രീതിയിൽ. പക്ഷെ ഞാൻ ഒരു കാര്യം വേറൊരെണ്ണം പറയാം, ഇതൊക്കെ മിക്സ് ചെയ്ത് ഉപയോഗിക്കേണ്ട ഒരു കാര്യമാണെന്ന് എനിക്ക് തോന്നണത്. എന്നെ അവിടെ കിടത്തിയിരുന്നത് മുറിവെണ്ണയിലാണ്. മുറിവെണ്ണ എന്ന് പറയുമ്പോൾ അത് ആയുർവേദിക്കാണ്. മുറിവെണ്ണയിലാണ് എന്നെ കിടത്തിയിരുന്നത്. എനിക്കൊരു ബെഡ്സോർ പോലും ഉണ്ടായില്ല എന്ന് മാത്രമല്ല, എൻ്റെ ശരീരത്തിൽ ഒരു പാട് പോലും ഉണ്ടാവാതെ അവർക്ക് എന്നെ രക്ഷപ്പെടുത്താനായി എന്നുള്ളത് പറയാതിരിക്കാൻ വയ്യ. അപ്പം അങ്ങനെ ഒരു രീതിയിലുള്ള ചികിത്സ റിനൈ മെഡ്സിറ്റി പോലെയുള്ള ഒരു ഹോസ്പിറ്റലിൽ നടത്തി എന്ന് പറയുമ്പോൾ ആളുകൾക്ക് അത്ഭുതമായിരിക്കും. പക്ഷേ അവർക്ക് തന്നെ അത് കണ്ടറിഞ്ഞിട്ടുള്ളതായതുകൊണ്ട് കിടപ്പ് രോഗികൾക്കെല്ലാം അവിടെ മുറിവെണ്ണ തേച്ചിട്ടാണ് കിടത്തുന്നത്. അതുകൊണ്ട് അവർക്ക് ബെഡ്സോർ ഉണ്ടാവാതിരിക്കാനായിട്ടാണ് എന്നാണ് അവർ പറഞ്ഞത്. അപ്പോൾ അത്തരം രീതിയിൽ ആലോചിക്കുമ്പോൾ ഓരോ ശാഖകൾക്കും അതിൻ്റേതായ ഗുണമേന്മയുണ്ട്. അപ്പോൾ അത് ഏത് രീതിയിലാണെന്ന് അറിഞ്ഞ് എന്തിനു വേണ്ടിയിട്ടാണ് എന്നുള്ളത് മനസ്സിലാക്കി ചികിത്സിക്കുന്ന ഒരു സമ്പ്രദായം നമ്മൾക്ക് ഉണ്ടാവേണ്ടതുണ്ട്. ഇതൊരു മിക്സ് ചെയ്യണം എന്നല്ല ഞാൻ പറയണേ, പക്ഷേ ആളുകളുടെ ആവശ്യമനുസരിച്ച് തിരിച്ചറിഞ്ഞ് അതനുസരിച്ച് പെരുമാറാനായിട്ടും അവരെ കൈകാര്യം ചെയ്യാനായിട്ടും കഴിയണം. ഈ ഹീലിംഗ് സത്യത്തിൽ അലോപ്പതിയിലൊരു അത്ഭുതമാണെന്ന് പറഞ്ഞെങ്കിൽ അതിൻ്റെ ക്രെഡിറ്റ് ഹോമിയോപ്പതിക്ക് കൊടുക്കണം എന്നുള്ളത് അവർ മനസ്സിലാക്കണം.